എല്ലാവരുടെ ലൈഫിലും ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കടമ്പ തന്നെയായിരിക്കുമല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉള്ള ദിവസമാണ്. കലൂരാണ് ഇന്റർവ്യൂ ഉള്ളത്. നമ്മളിപ്പോൾ രാവിലെ തന്നെ മെട്രോയിലാണ് പോകാൻ തീരുമാനിച്ചത്. കാരണം എല്ലാവരും ബൈ റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും ലേറ്റ്. അപ്പോൾ അങ്ങനെ എത്തി. ഗൈസ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഒരു കാപ്പി കുടിക്കാം. കപ്പി. അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം നമ്മളെന്തായാലും മസാല ദോശയാണ് പറഞ്ഞത്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് മസാല ദോശ. ആം, ഭയങ്കര ടോപ്പ് റേറ്റഡ് അല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു മസാല ദോശയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. അതായത് നമ്മൾ മെട്രോ ത്രൂ ആണ് പോയത്. തൃപ്പൂണിത്തുറ അടുത്തായിട്ടാണ് എൻ്റെ വീട്. സോ നമ്മൾ തൃപ്പൂണിത്തുറ ടെർമിനലിൽ ഇറങ്ങി. അവിടെ മെട്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ ഒരു കൺവീനിയൻ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു ഫെസിലിറ്റി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ മെട്രോ എന്ന് പറയണത്. ബസ് സ്റ്റോപ്സൊക്കെ അവൈലബിൾ ആയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം മെട്രോ സ്റ്റേഷൻസ് വന്നു. കുറേ സ്റ്റോപ്പുകൾ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് ആക്ച്വലി നമുക്ക് ഈ മെട്രോ എന്ന് പറയണത്. നമ്മൾ പിന്നെ മെട്രോന്ന് നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം നേരെ സ്ട്രെയിറ്റ് ടു പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പാർക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ കാറിലേക്ക് പോയി. കാർ ആകെ നമുക്ക് ഈ മഴയും മൊത്തത്തിൽ മഴയും ചെളിയും മൊത്തത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക ഡസ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണിപ്പോൾ. നമ്മൾ പിന്നെ നേരെ കാറിലേക്ക് കയറി. കാറിലൊക്കെ മൊത്തം ചെളിയാണ്. പിന്നെ നമ്മൾ നേരെ സീമാസിലേക്ക് പോയി. സീമാസിൽ കാര്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ സീമാസിലേക്ക് വിട്ടു. അവിടെ കളക്ഷൻസ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫേഴ്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഇപ്പോൾ കുറച്ചും കൂടെ കുറവാണ്. ഇതിന് മുമ്പ് നമ്മൾ സീമാസിലെ ഓഫേഴ്സിനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടെ വൈഡ് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ മേ ബി ഇതിപ്പോൾ ഓഫേഴ്സ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. വേഗം ഞങ്ങൾ കുറച്ച് 2, 3 ടോപ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. കാരണം ഭയങ്കര മഴ പെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞായിരുന്നു.